ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെയും എന്നെ ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ അവിടെയും ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി റീഡിങ്സ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസ് കിട്ടും, നിങ്ങളുടെ സൈന് നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിച്ചാൽ എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. അങ്ങനെ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല റീഡിങ്സിന് വേണ്ടിയിട്ട്. അത് അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ജൂൺ മാസത്തിൻ്റെ മന്ത്ലി മെസ്സേജസ് എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ ആണ് സൺ. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് എനർജി ഉള്ളത്? പാസ്റ്റിൻ്റെ എനർജി ആയിരുന്നു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. കറണ്ട് എനർജി ജൂൺ മാസത്തിൻ്റെ നിങ്ങൾക്കാണ് ദ ഡെവിൾ. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ ഫൂളാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 5 സോഡ്സ്. അഡ്വൈസായിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് ഏസ് ഓഫ് വോൺസ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ സാജിറ്റേറിയസ്, ഇവിടെ ഞാൻ കാണുന്നത് സണ്ണാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇത് ക്ലാരിറ്റിയുടെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സൺ കാർഡ് ലിയോ എനർജിയാണ്. എന്താണ് ഈ സൺ കാർഡ് ഇവിടെ കാണുന്നത്? പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഈ പുതിയ ബിഗിനിങ് വന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നത്. നിങ്ങളുടെ എനർജി 4 ഓഫ് കപ്സ്. ഈ ആക്ച്വലി നിങ്ങളുടെ എനർജിയിൽ 4 ഓഫ് കപ്സ് ഒരു ഡിസിൻട്രസ്റ്റഡ് എനർജിയുമാണ്. അപ്പോൾ എന്തോ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ കുറച്ചൊരു ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിലും. പിന്നെ നിങ്ങളുടെ ശ്രദ്ധ ഇല്ല പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസ്ട്രാക്റ്റഡ് മനസ്സിലാണ് ഈ സമയത്ത്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ് വരണത് നിങ്ങൾ ഓൾമോസ്റ്റ് മിസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കില്ല വെച്ചാൽ. അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചില മിസ്ഡ് കോൾസൊക്കെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു പുതിയ ബിഗിനിങ് വന്നിട്ടുണ്ടാവും, നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് കുറേ ഹാപ്പിനെസ് ആണ് കൊണ്ടുവരണത് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. ഇത് ഏതും ഏരിയ ഓഫ് ലൈഫിലാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിലാവാം. പക്ഷേ മിക്കവാറും ഇത് കരിയറിലായിരിക്കാം കാണുന്നത്. പക്ഷേ ഇതൊരു കുറേ സ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. പക്ഷേ ഇതിനെ മിസ് ചെയ്യരുത്. ഈ മാസം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഓഫർ വരുന്നുണ്ട് വെച്ചാൽ അതിനെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒരു നർച്ചറിങ് എനർജിയാണ്, ഒരു മദറുടെ എനർജിയാണ്. എന്താണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ കാണുന്നത്? സക്സസിൻ്റെ എനർജിയും കൂടിയാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ ഞാൻ കുറേ സക്സസ് കാണുന്നുണ്ട്. ഫാമിലി ലൈഫ്, കരിയർ, എല്ലാത്തിലും ഒരു ബാലൻസ് ഉണ്ട്. പക്ഷെ എന്തോ ചാലഞ്ചസും ഉണ്ടായിരുന്നു. 7 ഓഫ് വോൺസ്. എന്തോ ബ്ലോക്സ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ.
ഈ ബ്ലോക്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ ബ്ലോക്സ് എന്താണ്? പാസ്റ്റിൽ 8 സോഡ്സ്. അപ്പോൾ ഈ ബ്ലോക്സിൻ്റെ കാരണം എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻസി വന്നു. നിങ്ങൾക്ക് മെൻ്റലി എന്താ വേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത് പാസ്റ്റിൽ. പക്ഷേ കറണ്ട് എനർജിയിൽ ഡെവിലാണ്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഇത് കുറച്ചുകൂടിയും ഒരു ടോക്സിക് എനർജിയാണ് ഡെവിൽ. എന്നുവെച്ചാൽ ഇതൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് നിങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ ഇത് അത്ര ഹെൽപ്ലെസ് സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്ക് വേണിച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിൽ ആക്ഷൻ എടുക്കാം. പക്ഷേ ഇവിടെ എന്തോ ഒരു സാബോട്ടാജിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ സാബോട്ടാജ് നിങ്ങൾ സെൽഫ് സാബോട്ടാജ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു ഒബ്സെഷൻ ഇല്ല വെച്ചാൽ ഒരു അൺഹെൽതി ലൈഫ് സ്റ്റൈൽ, അതല്ല വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിട്ടും ഒരു കാര്യത്തിൽ വാണിച്ചിട്ട് പെട്ടുപോവുക. പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം ഈ പേഴ്സൺ ശരിയല്ല, അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങൾ ആ പേഴ്സണിനെ എൻകറേജ് ചെയ്യണോ, ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണോ, അതൊക്കെ ഒരു സെൽഫ് സാബോട്ടാജിങ് എനർജിയാണ്. പക്ഷേ ഇത് വേറെ മാതിരിയുമാവാം. ആരോ നിങ്ങളെ ഡിസീവ് ചെയ്യണ എനർജിയുമാവാം. ആരോ ഈ സിറ്റുവേഷനിൽ ഓണസ്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പിലാണ്, അതല്ല വെച്ചാൽ ഒരു ലവ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഓക്കെ, ഇത് എസ്പെഷ്യലി ഫാമിലി കണക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഒരു ഫാമിലി പോലെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കണം. ഹൈറോഫാൻ ടോറസ് എനർജിയാണ്. അപ്പം ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി. ഈ ഫൂൾ എനർജി എന്താണ് ഫ്യൂച്ചറിൽ? സ്റ്റാർ. അപ്പം നിങ്ങൾ ഹീൽ ചെയ്യണു ഫ്യൂച്ചറിൽ. ഈ സിറ്റുവേഷനെ നിങ്ങൾ ശരിയാക്കണു. ഇപ്പോൾ അത് എങ്ങനെയാണ് ശരിയാക്കണമെന്ന് അറിയില്ല, നോക്കാം. 2 ഓഫ് വാൻസ്. അപ്പോൾ നിങ്ങളൊരു ഡിസിഷനാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ സിറ്റുവേഷനെ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് ഡിസൈഡ് ചെയ്യണത്. അതല്ല വെച്ചാൽ മേ ബി ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ച് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യണ എനർജിയും ആവാം. പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ മിക്കവാറും ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഈ പാസ്റ്റിൻ്റെ കണക്ഷനിലല്ല. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു പാസ്റ്റ് സിറ്റുവേഷനെ വിട്ടിട്ട് ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 5 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. കുറേ ആൾക്കാർ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കണു, ചില ഗോസിപ്പ് ഉണ്ട്, ചിലവർ കുറേ ഒരു നെഗറ്റീവായി പെരുമാറുന്നു. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇത് ജോലിയുടെ കാര്യത്തിൽ ആണെച്ചാൽ ഇതൊരു എന്താ പറയുക, ഓഫീസ് പോളിറ്റിക്സ് ആവാം. അതല്ലച്ചാൽ നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് ചിലവർക്ക് അത് ഇഷ്ടമാവില്ല. അങ്ങനത്തെ എനർജി, ജെലസ് എനർജീസ്, അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ചാലഞ്ച് ഉണ്ട് ഇവിടെ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം കുറച്ച് സൂക്ഷിക്കണം. എല്ലാം കാര്യങ്ങൾ ആവണ മുമ്പേ ആരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്ലാൻസൊക്കെ മുമ്പോട്ട് തന്നെ എല്ലാവരോടും പറയണ്ട. പറഞ്ഞാൽ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞാൽ മതി. പക്ഷേ കൂടുതൽ ഇതിനെ ഡിസ്കസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ള ആവശ്യമില്ല. എന്നുവെച്ചാൽ ചിലവർ അതിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്രയും അത് പ്രൈവറ്റായി വെക്കാൻ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യാം. ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് അഡ്വൈസ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേഗം ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആൻഡ് ഇതൊരു ക്ലിയർ ഡിസിഷൻ്റെ എനർജിയാണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ലൈഫിൽ കുറേ സക്സസ് വരുന്നുണ്ട്, പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പഠിക്കണം നിങ്ങൾക്ക് ഈ മാസം. വേറെ ആൾക്കാരുടെ മുകളിൽ അത്ര ഡിപ്പെൻഡ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബിസിനസ്, അതല്ല വെച്ചാൽ വീട്ടിൻ്റെ കാര്യത്തിൽ, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങളത് തീരുമാനിക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ആ സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനുള്ള തീരുമാനമാണ് ഇവിടെ. ഏസ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, കുറേ പുതിയ ബിഗിനിങ്സിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങൾ ചിലവരെ നിങ്ങളുടെ ലൈഫിന് കട്ട് ഓഫ് ചെയ്യണു. ഈ എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഫൈനലി ഇപ്പോൾ മനസ്സിലാവേണ്ടത് ഇത് എനിക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്ന്. 7 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ കുറച്ചൊരു വെയിറ്റിംഗ് എനർജി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുമ്പും
കുറേ ആയി എക്സ്പീരിയൻസ് ചെയ്യണു ഈ സ്റ്റാഗ്നേഷൻ, ഈ അൺഹെൽതി എനർജി, ഈ റിലേഷൻഷിപ്പൊക്കെ മുമ്പേയും ശരിയായിരുന്നില്ല. പക്ഷേ നിങ്ങളെ ഹോപ്പ് ചെയ്തു അത് വർക്കൗട്ട് ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പോൾ ഫൈനലി ഈ മാസം നിങ്ങൾ ആ ലീപ്പ് ഓഫ് ചെയ്തെടുക്കണോ, ആ പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു, ഒരു തീരുമാനം എടുക്കണോ. ഔട്ട്കം നിങ്ങളുടെ മജിഷ്യൻ, ജെമിനി എനർജി. അപ്പോൾ നിങ്ങളെന്താ വിചാരിക്കണേ, മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കണം. എന്നുവെച്ചാൽ ആക്ഷൻ എടുത്താലേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. 3 ഓഫ് കപ്സ് ഇവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. കിങ് ഓഫ് കപ്സ് ഒരു പുതിയ പേഴ്സൺ ഞാനിവിടെ കാണുന്നുണ്ട്. 2 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ലവ് ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സിറ്റുവേഷന് പുറത്ത് വന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഒരു പുതിയ പേഴ്സണും വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അത് എന്താ വേണ്ടതെന്ന്. ഇപ്പോൾ ഇതൊരു പുതിയ പേഴ്സൺ അല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ തന്നെ ഇമോഷൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രാക്ടിക്കലായിട്ടും ഡിസിഷൻ എടുക്കണം, ഇമോഷണൽ സൈഡിൽ നിന്നും കുറച്ചൊരു അറിയില്ല എന്താ വേണ്ടേ, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. പക്ഷേ എന്തായാലും ഈ മാസമായിരിക്കും നിങ്ങൾ ആ ബിഗ് ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ഇതൊരു കോമൺ തീമാണ് എല്ലാം സയൻസിന് വേണ്ടിയിട്ട്. എന്തോ ഒരു വലിയ ഡിസിഷൻ തീരുമാനം എടുക്കണു, അങ്ങനത്തെയൊക്കെ മെസ്സേജസ് തന്നെയാണ് വരുന്നത് എല്ലാവർക്കും മിക്കവാറും. അപ്പോൾ ഇവിടെ സയൻസ് ഞാൻ കാണുന്നത് ലിയോ, ടോറസ് ഉണ്ട്, കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനി എനർജി ഉണ്ട്. അപ്പോൾ എന്താണ്, ആൻഡ് ഫയർ സൈൻസും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് എന്താ വെച്ചാൽ, ബ്രിങ് ലവ് ഇൻ ടു ദിസ് സിറ്റുവേഷൻ, ന്യൂ മൂൺ ഇൻ എക്വേരിയസ്. അപ്പോൾ ഈ സിറ്റുവേഷനെ ഒരു വെരി ലവിങ് വേയിൽ ഫർഗീവ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്, ഏരീസ് എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു ലൈഫിൽ നിങ്ങളുടെ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം വരുന്നുണ്ട്, എന്തോ ഒരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകണു, ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.